എന്റെ നീതി വസ്ത്രത്തിന്റെ നെയ്ത്ത് നടന്ന നെയ്ത്ത് ശാലയാണ് കാൽവറി ക്രൂശ്. ക്രൂശിക്കപ്പെട്ട യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് നെയ്ത് എനിക്ക് നൽകിയ വസ്ത്രം ഏത്? ആ വസ്ത്രം ഇന്ന് നമുക്ക് ചേർന്ന് പറയാം, നീതിയിൻ വസ്ത്രം, നീതിയിൻ ഉടയാട. ആ ഉടയാടയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ അങ്ങകലെ ഗതകാലത്തിന്റെ ഗതകാലത്തിലേക്ക്, അർത്ഥാൽ കഴിഞ്ഞ കാലത്തിലേക്ക് ഏവൻ പൂങ്കാവനത്തിലേക്ക് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പ്രയോഗങ്ങളുണ്ട്. അതിൽ 7-ാം വാക്യത്തിലെ ഒരു വാക്ക് എടുക്കേണ്ടതിന് 7-ാം വാക്യം മാത്രമൊന്ന് വായിച്ചു. ആദാമിന്റെയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഹവ്വായുടെയും കണ്ണ് തുറന്നു, അവര് നഗ്നരെന്ന് അറിഞ്ഞു. അടുത്തത് അത്തിയില കൂട്ടിത്തുന്നി. അതുവരെ അതിനു മുമ്പ് അവര് ധരിച്ച ഉടയാട ഏതാ? 8-ാം സങ്കീർത്തനങ്ങൾ അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? വായിച്ചു. അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന തിരുഹൃദയത്തിനകത്തുള്ള ആശയം നടപ്പിൽ വരുത്താൻ മഹാദൈവം നിലത്തിലെ മണ്ണെടുത്ത് കുഴച്ച് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ആ ഉണ്ടാക്കി നിർത്തിയിരിക്കുന്ന ആ രൂപത്തിന് ഒരു തേജസ്സും ഇല്ലായിരുന്നു. അത് വെറും ഒരു മൺ രൂപമായിരുന്നു. എന്നാൽ മഹാദൈവത്തിൻ്റെ ആ തിരുശ്വാസം അതിനകത്തേക്ക് ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. പിന്നെ ഈ മനുഷ്യന്റെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ലുക്ക് നോക്കണം. ലുക്ക് മാൻ ആര്? ആദാമിനെ നോക്കണം. അവന്റെ ഒറ്റ നോട്ടത്തിന് ദൈവം സൃഷ്ടിച്ച ആദാം നല്ല സുന്ദരനായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ കാവ്യഭാഷയിൽ മഹാകവി KV സൈമൺ സാറൊക്കെ കുറച്ചും കൂടെ നല്ല രീതി വിസ്തരിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് സ്തോത്രം, ആ മനുഷ്യന് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ് അണിയിച്ചു. ഹല്ലേലൂയ. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ആദ്യത്തെ ഉടയാട? ആ തേജസ്സിന്റെ ഉടയാട. ലംഘനം നടന്നപ്പോൾ ഈ ഉടയാട നഷ്ടപ്പെട്ടത് കൊണ്ട് അവരുടെ കണ്ണു തുറന്നു. അവർ നോക്കിയപ്പോൾ അവർ നഗ്നരെന്നറിഞ്ഞു. അന്നേരം എന്തായാലും അമളി പറ്റി. നോക്കിയപ്പോൾ അവർക്ക് പരുവക്കേടാണ്. നോക്കിയപ്പോൾ ഏതിന് നല്ല വീതിയുള്ള ഇല നോക്കിയപ്പോൾ അത്തിയുടെ ഇലയാണ്. അത്തിയുടെ ഇല കണ്ടവരുണ്ടോ? അത്തിയുടെ ഇല നല്ല വലിപ്പമുള്ള ഇലയാണ്. ആൻറ്റി തയ്യൽ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊന്ന് രാവിലെ എങ്ങാണ്ടായി ഇത് പണി ഒപ്പിച്ചത്. പിന്നെ തയ്യൽ തുടങ്ങി. അങ്ങനെ അത്തിയല മിടി, അത്തിയല ആമൻ ഒരു ബർമൂടയും തയ്ച്ച് കാണും ആദാമിന്. നോക്കണം ഇപ്പ. എന്നാൽ സൂര്യകിരണങ്ങൾ ശക്തമായി ഉദിച്ചപ്പോ
അത്തിയിലയുടെ പരുവം മാറി. അപ്പോഴാണ് മനസ്സിലായത് ഇല വാടുമെന്ന്. അപ്പം ഇലയും വാടി അരുണകിരണങ്ങൾ പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിച്ചോണ്ടിരിക്കുമ്പം ഇരുൾ വന്നെടുക്കുന്നതിൻ്റെ ഭീതിയും ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഉടയാട പകലിൻ്റെ ചൂടിൽ വന്നിരിക്കുന്ന വാട്ടവും അതിനേക്കാ വലിയ വാട്ടം, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആദമിൻ്റെ ഹവ്വയുടെ മുങ്ങിക്ക് വന്ന വാട്ടം. ചിലർ നല്ല തുണി കൊടുത്തോണ്ടാണ് വന്നേക്കുന്നെങ്കിലും മുഖം ശരിയായിട്ടില്ല. 10,000 സാരിയും 10,000 കോട്ടൊക്കെ ഇട്ടിട്ട് വന്നേക്കുന്ന മുഖം, ഇത് മുഖവും പാടി തുണിയും പാടിയിരിക്കുക, മൊത്തം വാട്ടയായി നിൽക്കുക. സ്തോത്രം. കാര്യം ലംഘനത്താൽ കോട്ടം വന്ന വാട്ടമാണത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കരേറ്റാം. ലംഘനത്താൽ കോട്ടം വന്നപ്പോൾ മൊത്തം ഒരു വാട്ടം വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ സന്ധ്യയായപ്പോൾ ഒരു കാലിൻ്റെ പെരുമാറ്റ ശബ്ദം ഏദനിൽ കേൾക്കുന്നു. കേട്ടപ്പോഴേ മനസ്സിലായി, അവ്വ പറഞ്ഞു കാണും, മനുഷ്യ യഹോവ വന്നിട്ടുണ്ട്. യഹോവ. സ്തോത്രം. നിങ്ങൾ എവിടെയും ഒളിക്ക, നമുക്ക് എവിടെയും. അന്നേരം യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു. അതിങ്ങനെയായിരിക്കും വിളിച്ചത്, ആദാമേ, 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 നീ എവിടെ, നീ എവിടെ, നീ എവിടെ? ഏദന്റെ വൃക്ഷലതാദികളൊക്കെ ചലിക്കുമാറ് പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുള്ള ആ ശബ്ദത്തിന്റെ മുമ്പിൽ നടുങ്ങി വിറച്ചു നിൽക്കുന്ന ആദിമ മനുഷ്യൻ. ആ സന്ധിങ്കൽ സ്തോത്രം, ആമേൻ, മനുഷ്യനെ ദൈവം വിളിച്ച് നിർത്തുന്ന രംഗമുണ്ട്. അന്നേരം നിൽക്കുന്ന നിപ്പൊന്ന് കണ്ടോണം. എനിക്ക് തോന്നുന്നു ആദാ മുമ്പിൽ വന്ന് ഈ അത്തിയല ബർമൂടിയൊക്കെ ഇട്ട് നിൽക്കുക, പുറകെ ഔവ്വയും ചെയ്ത് കാണും, ഇങ്ങനെ നിന്ന് കാണും. സ്തോത്രം. നോക്കണേ, ഇന്നലെ വരെ ദൈവവുമായി കൂടെ നടന്നപ്പോൾ ഇങ്ങനൊരു നിപ്പ് നിൽക്കേണ്ടി വന്നില്ല. അതിന് കാരണം സ്തോത്രം, തേജസ്സിന്റെ ഉടയാട അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏദനിൽ വെച്ച തേജസ്സിന്റെ ഉടയാട നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട ഉടയാട നൽകേണ്ടതിന് ഒടുക്കത്തെ യാഥാമായ ക്രിസ്തു കാൽവറി മലമുകളിൽ അവൻ കുരിശു മരത്തിൽ നീതിയുടെ അങ്കി നെയ്തെടുത്തപ്പോൾ അവൻ ആ അങ്കി ധരിച്ചവർക്കെല്ലാം അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ 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 കൃപാസനത്തിന് അരികിലേക്ക് അടുത്തു വരാൻ അവൻ പറ്റുന്നു. അല്ല, ആദമിന്റെ പിള്ളാര് പുറമറ്റത്ത് ഈ കൃപായുഗത്തിന്റെ സായാഹ്നഘട്ടത്തിൽ ധൈര്യത്തോടങ്ങ് അടുത്ത് വരിക എന്ന് പറഞ്ഞപ്പോൾ ഏദനിൽ ഒരു അപ്പനും അമ്മയും അവൻ ധൈര്യമില്ലാതെ വലിഞ്ഞ് വിറച്ച് മറച്ച് അറച്ച് നിൽക്കുകയാണ്. സ്തോത്രം. ഇപ്പൊന്ന് കണ്ടോണം പ്രിയരെ, അവർക്ക് ധൈര്യമില്ലാത്തടുത്ത് ഇവിടെ പുറമറ്റത്തുള്ളവർക്ക് എങ്ങനെ ധൈര്യം കിട്ടി? ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കരങ്ങൾ ഉയർത്തി പറയും, ക്രൂശിൽ നെയ്തെടുത്ത ഒരു ഉടയാട ആമേൻ എനിക്ക് കിട്ടി. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം.
അത് നെയ്തെടുക്കുന്ന രംഗം യേശു അങ്ങ് ആസ്വദിച്ച് നെയ്യായിരുന്നു. ആ നെയ്ത്തിന്റെ രംഗത്തെക്കുറിച്ച് പുതിയ നിയമത്തിലൊരു പ്രയോഗമുണ്ട്. യേശുവിന്റെ മരണത്തെക്കുറിച്ച് അവൻ മരണം ആസ്വദിച്ചു. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ആ ഉടയാടയുടെ പ്രത്യേകത നോക്കണേ. ആ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലെത്തിയപ്പം ഈ പരുവക്കേടിലുള്ള നിൽക്കുന്ന നിപ്പ ദൈവം കണ്ടിട്ട് ദൈവം ആദ്യം ഇവരോടുള്ള ബന്ധത്തിലൊരു വിഷയം പരിഹരിച്ചു, ഒരു പരിഹാരം. 21 വാക്യം വായിച്ച് സഹായിച്ചാൽ. രണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ എന്ത് ചെയ്തു? ധരിപ്പിച്ച്. ഇത് ഇടാൻ പോലും അവർക്കറിയത്തില്ല. ആദ്യത്തെ ഉടുപ്പിടിയില്ല. സ്തോത്രം. കൈ എങ്ങനെ ഇടണ്ട, കാലെങ്ങനെ ഇടണ്ടെന്ന്. പിന്നെ ദൈവം ഉണ്ടാക്കിയ ഉടുപ്പ് കറക്റ്റായിരുന്നു. വെട്ടിത്തയ്പ്പിക്കേണ്ടി വന്നില്ല. സ്തോത്രം. ഇറക്കം കൂട്ടേണ്ടിയും വന്നില്ല. ഒന്ന് സ്തോത്രം ചെയ്യാം. അവ വൈകുന്നേരം വരെ തയ്ച്ചു ഊപ്പാട് വന്നു, ഒന്നും ശരിയായിട്ടില്ലേ. അതാ ഇന്ന് വരെ ശരിയാകാം. ചില ആളുകളുണ്ടല്ലോ, അവർക്ക് എത്ര തുണി അത് ടൈറ്റാക്കിയാലും തൃപ്തി വരത്തില്ല, ലൂസാക്കിയാലും ടൈലറിന് ഒരു സ്വത്തതേം കൊടുക്കുകയല്ല. അല്ല ഇല്ലേ? ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനൊന്നും ചെയ്യാത്തവരാന്ന് തോന്നുന്നു ഭൂരിപക്ഷം. കാര്യം ഇത് വണ്ണം കുറച്ചാൽ പിന്നെയും ശരിയായില്ലെന്ന് തോന്നുന്നു. ഇട്ട് നോക്കുമ്പോൾ ഇത് പിന്നെയും ടൈറ്റാന്ന് തോന്നുന്നു. അന്നേരം പിന്നെ എന്ത് ചെയ്തു? ലൂസാക്കി. അപ്പോൾ ലൂസ് ഓവറായെന്ന് തോന്നി. പിന്നെ എന്ത് ചെയ്തു? ടൈറ്റാക്കി. ഇത് തുന്നി നമ്മുടെ ഊപ്പാട് വരും. കർത്താവേ, ഈ കിടകടാന്നുള്ള ഈ തയ്യൽ പരിപാടി എന്ന് തീരും. ഉത്തരം ആമൻ നാഥന്റെ കാഹളം കേൾക്കുമ്പോൾ ഈ ആമൻ സ്റ്റിച്ചിങ് ഇടപാട് തീരും. ആമൻ മനസ്സിലായവർ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. അതുവരെ അന്ന് തുടങ്ങിയ ബേജാറാകലാണ്. നല്ല യഹോവയായ ദൈവം തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി ഉടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ആ ലജ്ജ അങ്ങ് മാറി. ഈ ഉടുപ്പ് വന്നാൽ, ശരീരത്തിൽ വന്നാൽ ഉണ്ടാകും ഒന്നാമത്തെ ഒരു ഗുണം, നാണം മാറും. ആമേൻ, സ്തോത്രം. പിന്നെ ആരുടെ മുമ്പിൽ നല്ല ധൈര്യത്തോടെ എന്ത് ചെയ്യാം? നിൽക്കാം. പിന്നെ വസ്ത്രം ധരിച്ചാലുള്ള അടുത്തൊരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രകൃതിയിലെ തണുപ്പ്, കുളിര് മാറും. ശരീരത്തിന് നല്ലത്, ചൂട് കിട്ടും. ശരീരത്തിൻ്റെ സംരക്ഷണത്തിനും മറവിനൊക്കെ ഇത് ഉതകും. ആമേൻ. അപ്പോൾ ദൈവം നല്ല നിലയിൽ ഇവരെ എന്ത് ചെയ്തു? അതിൻ്റെ മോഡൽ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഏതെന്നിലെ അറിയാമായിരുന്നെങ്കിൽ പറയായിരുന്നു. ഏതാണെന്ന് അറിയത്തില്ല, ബൈബിളിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ഇടിച്ചു. അവയും അതാമൊക്കെ ഇടുന്ന രംഗമൊന്ന് കാണണം. തോല് കൊണ്ടുള്ളത് ഇട്ട് കഴിഞ്ഞപ്പോൾ കുട്ടപ്പനായി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മോൻ ജനിച്ചു, കയ്യീൻ. പിന്നെ ഒരു മോൻ ചെയ്തു, ഹാബേൽ. പിന്നെ ഒരു മോനും കൂടെ ജനിച്ചു. സ്തോത്രം. അവൻ്റെ പേര് ശേത്തകുഞ്ഞ് ഇല്ലേ? പിന്നെ പുത്രന്മാരും പുത്രിമാരും ജനിച്ചു. ഇവരെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു കാണും, ആദം ഡാഡി, സ്തോത്രം, ഔവ്വ മമ്മിക്ക് ഉടുപ്പ് തന്നതാരാ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദമിൻ്റെ ഈ ഉടുപ്പിട്ടപ്പോൾ ആദം നല്ല 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 ടിപ്പ് ടോപ്പാണ്. ഏതെങ്കിലും പുറത്ത് വീഴായെങ്കിലും ദൈവം തന്ന ഉടുപ്പിട്ട് നല്ല സെറ്റപ്പ് നിൽക്കുക. ഈ ഉടുപ്പ് ഒറ്റ ഉടുപ്പേ ഉള്ളൂ, ഊരി ഇടുന്നേ ഇല്ല, ഇത് തന്നെയാണ് ഇടുന്നത്. ഇത് എവിടുന്ന് കിട്ടി ഡാഡിക്ക്? അന്നേരം മക്കളെ, ഇതിൻ്റെ പുറകിൽ ഒരു കഥ പറയാനുണ്ട്. ഒരു കഥയല്ല, ഒരു യാഥാർത്ഥ്യം പറയാനുണ്ട്. സ്തോത്രം. ഈ ഡാഡിയും ഈ മമ്മിയും പണ്ട് ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. എന്നാൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഞങ്ങൾക്കൊരു ലംഘനം പറ്റി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റി. അതുകൊണ്ട് ഞങ്ങൾ നഗ്നരായി. ഈ മമ്മി വൈകുന്നേരം വരെ അത്തിയില കൊണ്ട് ഉടുപ്പ് തുന്നിയിട്ടും ശരിയായില്ല. പിന്നെ അവസാനം ശരിയായത് യഹോവയായ ദൈവം തോല് കൊണ്ടൊരു ഉടുപ്പ് ഉടുപ്പിച്ചു. അല്ല, ഈ തോലെവിടുന്ന് കിട്ടി?
സ്തോത്രം. ആമേൻ. ഈ തോൽ എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചതിന് ഉത്തരം, ഇതൊരു സാധാ മരത്തിൻ്റെ തോലല്ല, ഇതൊരു ആട്ടിൻകുട്ടിയുടെ തോലാണ്. ഈ തോല് എവിടുന്ന് കിട്ടി? ഈ തോല് ലോക സ്ഥാപനത്തിന് മുന്നമേ, ആമേൻ സ്തോത്രം, ഇവരുടെ നഗ്നത മാറ്റേണ്ടതിന് വേണ്ടി ഒരാടിനെ ഇവരുടെ പേരിൽ അറുത്തു, ഒരാട് ഇവരുടെ പേരിൽ പിടഞ്ഞു. ആമേൻ. ഒരാട് ഇവരുടെ പേരിൽ രക്തം ചൊരിയപ്പെട്ടു. ആമേൻ. അങ്ങനെ ഒരാടിന്റെ ജീവൻ അവൻ ഈ പേരിൽ കളയപ്പെട്ടു. അങ്ങനെ ആടിന്റെ ദേഹത്തെ തൊലിയാണ് ഈ ഉടുപ്പ്. സ്വോത്രം. സന്തോഷത്തോടെ സ്വോത്രം ചെയ്യാം. ഇതുപോലെ നമ്മുടെ പെസഹ കുഞ്ഞാടായ അവിടുത്തെ ഓമനകുമാരൻ കാൽവറി മലമുകളിൽ കുരിശു മരത്തിൽ കിടന്ന് പിടഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഉടയാട നമ്മെ ഉടുപ്പിക്കേണ്ടതിനാണ്. കൊരിന്ത്യർ ലേഖനം 5:2 പറഞ്ഞിരിക്കുന്ന ഉടുപ്പ് നമ്മെ ഉടുപ്പിക്കേണ്ടതിനാണ്. അത് തിരിച്ചറിഞ്ഞ ദൈവമക്കൾ എന്നെ നഗ്നത മാറ്റേണ്ടതിന് വേണ്ടി, ആ ഉടയാട എന്നെ ഉടുപ്പിക്കേണ്ടതിന് വേണ്ടി അവിടുത്തെ ഓമനകുമാരൻ യേശു ജീവൻ നൽകി. അപ്പോൾ ജീവൻ നൽകി നമ്മുടെ നഗ്നത മാറ്റി. യേശു തന്റെ ജീവൻ നൽകി. പിതാവിന്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള പ്രാഗൽഭ്യം നൽകി. അവൻ യേശു ജീവൻ നൽകി. നമുക്ക് നൽകി തന്ന ഉടയാടയുടെ ശ്രേഷ്ഠത തിരിച്ചറിയുന്ന ദൈവമക്കൾ കർത്താവിനൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ അബ്രഹാമിന്റെ സമകാലികനായ ഊസ് ദേശത്തെ ഇയ്യോബ് എന്ന മനുഷ്യൻ ഇക്ഷിതിയിൽ നിന്നുകൊണ്ട് തൻ്റെ വിഷമാവൃത്തത്തിൽ താൻ ആയിരുന്നപ്പോൾ അവൻ കഷ്ടതയുടെ ഒരു ഘോഷയാത്ര തന്നെ തൻ്റെ പിൻപിൽ എങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇയ്യോബിൻ്റെ വാക്കിൻ്റെ ഈരടി ഇങ്ങനെയാണ്: നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ. സ്തോത്രം. 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ. അത് നമ്മൾ വല്ലപ്പോഴും പാടാറില്ലേ? നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ. ഓ, നഗ്നനായി ഞാൻ ലോകത്തിൽ ലോകത്തിൽ എനിക്കില്ലായ ഭക്തനായ ജോബ് പറഞ്ഞു, ഞാൻ നഗ്നനായി ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകും. എന്നാൽ കാലം അതിന്റെ നിലയിൽ കാലുകുത്തി കടന്നുപോയി. കാലം മുൻപോട്ട് വന്ന് കൃപായുഗത്തിന്റെ ആമേൻ പ്രാരംഭ സമയത്ത് ഭക്തനായ പോൾ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാലും. ഞങ്ങൾ നഗ്നരായിട്ടല്ല. ജോബ് പറഞ്ഞു, ഞാൻ നഗ്നനായി തന്നെയാണ് പോകുന്നത്. പുറമറ്റത്തുള്ള കൃപായുഗ രക്ഷിതഗണം പറയുന്നു, ആമൻ, ആ കാലം കഴിഞ്ഞുപോയി, ഇപ്പോൾ ഞങ്ങൾ നഗ്നരല്ല. അപ്പോൾ എപ്പോൾ ഉടുപ്പ് കിട്ടിയത് അവിടുത്തെ ഓമനകുമാരൻ കാൽവറി ക്രൂശിൽ വെച്ച് നെയ്തെടുത്ത ഉടുപ്പ് ആമേൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് കിട്ടി. സന്തോഷമുണ്ടോ? അല്ല, ഈ യോഗം കഴിഞ്ഞ്
നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വീട്ടിലോട്ടല്ല അച്ചായം കൊണ്ടുപോകുന്നത്, നേരെ ഇവിടെയുള്ള പുളിമൂട്ടിലോ അല്ലെങ്കിൽ കല്യാൺ സിൽക്കിലോട്ടാണ് കൊണ്ടുപോകുന്നെങ്കിൽ, അല്ല അതും വേണ്ട, അവിടുന്ന് നേരെ ഒരു നല്ലത് മേടിച്ചോണ്ട് നമ്മുടെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് തരികയാണെങ്കിൽ നമ്മുടെ ഒരു ആകാംക്ഷയില്ലേ? ചിലർക്ക് ആ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പോലും സഹിഷ്ണുത കാണത്തില്ല. അത് വലിച്ച് പെറിച്ച് എന്ത് ചെയ്യും? അതെടുത്ത് പിന്നെ നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണ്? നീളമുള്ള അലമാരിയുടെ കണ്ണാടിയുടെ മുമ്പ്, ചെറിയ കണ്ണാടി പോരാ, മൊത്തം ഒന്ന് പിടിച്ച് നോക്ക് ഇങ്ങനെ. സ്തോത്രം. അങ്ങനെ ഇവിടുത്തെ 4 ഇടിയിലിട്ട് കഴിയുമ്പോൾ, ഒരു പ്രാവശ്യം വാഷിംഗ് മെഷീനിൽ ഡ്രൂന്നടിച്ച് കഴിയുമ്പോൾ ഉള്ള ബട്ടൺസ് എല്ലാം പോകുന്ന, ഇവിടുത്തെ ഉടുതുണി കളറിളകുന്ന ഇതിൻ്റെ ആമേൻ ആദ്യത്തെ ഭംഗി കാണുമ്പം അയ്യോ എന്തൊരു സന്തോഷം. അങ്ങനെയെങ്കിൽ ഒരു കാലത്തും കളറ് പോകാത്ത, ഒരു ബട്ടൺസ് പോലും ഇളകാത്ത, ആമേൻ സ്വത്രം 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 സ്വത്രം, ഒരു പുത്തൻ ഉടുപ്പ്, നീതിയുടെ അങ്കി, കിട്ടിക്കഴിഞ്ഞതിനകത്ത് സന്തോഷമുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഇവിടെ ശീമാട്ടീന്ന് മേടിച്ചതിനും പുളിമൂട്ടീന്ന് മേടിച്ചതിനും കല്യാണം മേടിച്ചതിനൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ ഇങ്ങനെ ടിങ്ങൊരടി അടിക്കുമ്പോൾ അതിൻ്റെ വിലയുണ്ട് അല്ലേ? എന്നാൽ ഈ അങ്കിയുടെ മോളിൽ എത്ര തിരിച്ചും മറിച്ചടിച്ചാലും അതിൻ്റെ വില ഒരു കാൽക്കുലേറ്ററിലും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അത്ര വിലയുള്ള അങ്കിയാണ് അവിടുത്തെ ഓമന കുമാരൻ കാൽവറി ക്രൂശിൽ നെയ്ത് എനിക്ക് നൽകിയ അങ്കി. അങ്കി അങ്കി അങ്കി. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തിനൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അതുകൊണ്ട് അവൻ എത്ര താങ്ക്സ് പറഞ്ഞാലും, എത്ര നന്ദി പറഞ്ഞാലും, എത്ര ആരാധിച്ചാലും, എത്ര കൈകൊട്ടിയാലും, എത്ര നൃത്തം ചെയ്താലും, അവൻ എത്ര മീറ്റിങ്ങിനകത്ത് പോയി സ്തുതിച്ചാലും എനിക്ക് മതി വരത്തില്ല. അത്ര വലിയ ഉപകാരമാണ് അവിടുത്തെ ഓമന കുമാരൻ എനിക്ക് ചെയ്തത്. ആ അങ്കി പ്രാപിച്ചവർ ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ആ അങ്കി പ്രാപിച്ചവർ ഇന്ന് ഈ സഭായോഗത്തിൽ സന്തോഷിക്കട്ടെ. ആ അങ്കി പ്രാപിച്ചവർ ഇന്ന് പകലിൽ ദൈവത്തെ ആനന്ദിക്കട്ടെ. രക്ഷയുടെ ആനന്ദഘോഷം സഭായോഗത്തിനകത്ത് ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ. അല്പനേരം ആത്മാവിൽ ആരാധിച്ചേ, കൃപ പ്രാപിച്ച ദൈവമക്കൾ ചേർന്ന് ആരാധിച്ചേ. ഉടകമന ഹത്തുര ജനകക്ഷസിയാദന ഒന്നാം ആദാമും ഹവ്വയും നഗ്നരായിരുന്നു. എന്നാൽ പൗലോസിനോട് ചേർന്ന് രക്ഷിക്കപ്പെട്ട നാം പറയും, ഞങ്ങൾ നഗ്നരല്ല. ഒന്ന് ചേർന്ന് പറയാമോ? ഞങ്ങളുടെ നഗ്നത മാറി. പറഞ്ഞ ഞങ്ങൾ ഉടുപ്പുള്ളവർ. വായി തുറന്നെന്ന് പറയാമോ? ഞങ്ങൾ ഉടുപ്പുള്ളവർ, ഞങ്ങൾ ഉടുപ്പുള്ളവർ, നീതിയുടെ അങ്കി പ്രാപിച്ചവർ. ആമേൻ, സ്വത്രം. സ്വർഗീയമായ അങ്കി പ്രാപിച്ചവർ, ഉടുപ്പുള്ളവർ, ഉടുപ്പുള്ളവർ. ഈ ഉടുപ്പിട്ടവർക്ക് കല്യാണ ഉടുപ്പാണിത്. ഈ ഉടുപ്പില്ലാത്തവനെ വെളിയിൽ തള്ളും. ഈ ഉടുപ്പിട്ടവന് അവിടെയൊക്കെ പ്രവേശനമുണ്ട്. ദൂത് പോകുന്ന പോക്ക് കണ്ടോ? അവൻ ഈ ഉടുപ്പുള്ളവന് ഈ പന്തിയിൽ അവകാശമുണ്ട്, ഈ പന്തിയിൽ ഭോജ്യമുണ്ട്, ഈ പന്തിയിൽ അവർക്ക് ഇരിക്കാൻ പറ്റും. ഈ ഉടുപ്പുള്ളവർക്കത്രേ അകത്ത് പ്രവേശനമുള്ളത്. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനൊരു ഉടുപ്പ് നമുക്ക് കിട്ടി. ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും, വീട് വെക്കാൻ പറ്റിയില്ലെങ്കിലും, കാറ് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും, സ്തോത്രം, അവൻ ഉദ്ദേശിച്ച നിലയിൽ പല കാര്യങ്ങളിലും സെറ്റിലാകാൻ പറ്റിയില്ലെങ്കിലും, അവൻ ഇതിനൊക്കെ അപ്പുറത്ത്, ഇതൊക്കെ ഈ
ഭൂമിയിൽ ഇട്ടേച്ച് പോകണം ദൈവമക്കളെ. എന്നാൽ ഇതിനപ്പുറത്തുള്ള നിലനിൽക്കുന്ന അവൻ ശ്രേഷ്ഠമായോരങ്കി കർത്താവ് എനിക്ക് നൽകി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഞങ്ങൾ ഉടുപ്പുള്ളവരാണ്. അതുകൊണ്ട് പുറമറ്റത്തുള്ള ദൈവമക്കൾ ഒന്ന് മനസ്സിലാക്കൂ, നീതിയുടെ അങ്കി നെയ്തെടുത്ത നീതിയിൻ അങ്കി നെയ്ത നെയ്ത്തുശാലയാണ് കാൽവറി ക്രൂശ്. അതുകൊണ്ട് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ പ്രശംസിക്കുകയാണ്.